LDF, UDF, BJP ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളല്ലാതെ മറ്റൊരു ജനകീയ മുന്നേറ്റത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ടോ? കിഴക്കമ്പലം 2020 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ശ്രദ്ധ നേരിടുന്ന ഒരു സമയത്താണ് നമ്മൾ ഇത്തരമൊരു ചർച്ചയുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു ബദൽ രാഷ്ട്രീയ സഖ്യത്തിന്, രാഷ്ട്രീയ മുന്നേറ്റത്തിന് സാധ്യതയുണ്ട്. ആ സാധ്യതയുണ്ടെങ്കിൽ ആരായിരിക്കാം ആ മുന്നേറ്റം നേതൃത്വം കൊടുക്കാൻ പോകുന്നത്? ഷെക്കൈന ബിഗ് ഡിബേറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു പൂഞ്ഞാർ MLA ശ്രീ PC ജോർജ്, സാമൂഹിക പ്രവർത്തകൻ ശ്രീ ബെന്നി ജോസഫ്, ജനപക്ഷം. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യ ചോദ്യം ശ്രീ PC ജോർജിലേക്ക് തന്നെയാണ്. പൂഞ്ഞാർ മണ്ഡലത്തെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ശ്രീ PC ജോർജ് അവിടെ ഒരു പാർട്ടിയുടെയും പ്രത്യേകത്തിലുള്ള പിന്തുണയൊന്നുമില്ലാതെ പൂഞ്ഞാറിൽ ജയിച്ചു വന്ന ഒരാളാണ് ശ്രീ PC ജോർജ്. എൻ്റെ ചോദ്യം ഇതാണ്: ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളല്ലാതെ ഉള്ള ഒരു ജനകീയ മുന്നേറ്റത്തിന് കേരളത്തിൽ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം സാധ്യതയുണ്ട് എന്നാണ് ശ്രീ PC ജോർജ് വിചാരിക്കുന്നത്? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഈ ബെന്നി ജോസഫ്, അദ്ദേഹത്തിന്റെ ഒരു ജനപക്ഷം അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം പാർട്ടിയായിരിക്കാം. ഞാന് ഔദ്യോഗികമായിട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ രജിസ്റ്റർ ചെയ്ത കേരള ജനപക്ഷം സെക്കുലർ പാർട്ടിയുടെ ഒരു രക്ഷാധികാരി മാത്രമാണ് ഞാൻ. അതിന്റെ ചെയർമാൻ EK ഹസൻകുട്ടിയാണ്. തീർച്ചയായും ഞാനിത് പറയാൻ കാരണം ഒരു സംശയം ആർക്കും വേണ്ട. അല്ല, ബെന്നി ജോസഫ് ഞാനും ജനപക്ഷം ഒന്നും കൂട്ടണ്ട. ബെന്നി ജോസഫിന്റെ ജനപക്ഷമാണ്. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത അദ്ദേഹം ചെയ്തതായിരിക്കും എനിക്കറിയില്ല. നമ്മുടെ കാര്യം പറഞ്ഞു എന്നുള്ളൂ, ഒരു തർക്കം ഉണ്ടാകാതിരിക്കാനാണ് പറഞ്ഞത്. പിന്നെ പ്രസക്തി എന്ത് എന്ന് ചോദിച്ചാൽ, കേരള കോൺഗ്രസ്, ഞാൻ കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. 64 കേരള കോൺഗ്രസ് ഉണ്ടാകുന്ന കാലം മുതൽ ഞാൻ സ്കൂളിൽ പഠിക്കുകയാണെന്ന്. അന്ന് മുതൽ KM ജോർജ് സാറിനെ കണ്ട് വളർന്നയാളാണ് ഞാൻ. KM ജോർജ് സാറ് ഇവിടെ സ്ഥാനാർത്ഥിയായി 67 വരുമ്പോൾ എല്ലാം ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള എൻ്റെ ഇച്ഛായന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഭക്ഷണം രാവിലെ കൊണ്ട് കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. പക്ഷേ ആ കേരള കോൺഗ്രസ് മര്യാദപരമായി മുൻപോട്ട് പോയിരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞേനെ. അങ്ങനെ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായി ഒരു ജനകീയമായ മുഖമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയനെ. ഞാനിത് പറയുമ്പോ LDF, UDF അല്ലാതെ ഒരു മുന്നണിക്ക്, രണ്ട് മുന്നണിയും ജനം മടുത്തു എന്ന സത്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ പകരം ആർക്ക് വോട്ട് ചെയ്യും ജനത്തിന് അറിയില്ല. അതാണ് ജനങ്ങളുടെ പ്രശ്നം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂഞ്ഞാറ്റിൽ ഇവിടെ LDF, UDF നിന്നും BJPയുടെ മുന്നണിയിൽ നിന്നും BJPയുടെ മുന്നണിക്ക് 20,000 വോട്ട് കിട്ടി. അത് മുസ്ലിം മുന്നണിയുടെ 4 മുന്നണി മത്സരിച്ചപ്പോഴാണ് എന്നെ വെല്ലുവിളിച്ചു മത്സരിക്കാൻ. ഞാൻ തോറ്റു. ഞാൻ മത്സരം നിർത്തി. രാഷ്ട്രീയം പൊതുപ്രവർത്തനം മതി, ഒരു MLA സ്ഥാനം വേണ്ട എന്ന് ഞാൻ ആലോചിച്ചതാണ്. അപ്പൊ എല്ലാ മുന്നണിയും കൂടെ എന്നെ വെല്ലുവിളിച്ചു. തോക്കുന്നുള്ളതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ്. അപ്പൊ പിന്നെ ഞാൻ ഓടി രക്ഷപ്പെട്ടതിലെന്ന് അറിയിക്കണം. അതുകൊണ്ടാണ് മത്സരിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ട് 27,862 വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് ജനം എന്നെ MLA ആക്കി. 64 ജവാൻ ഈ KM മാണി കേരള കോൺഗ്രസ് വന്ന് 65. അന്ന് ഇലക്ഷൻ നടന്നപ്പോ പാലായിൽ MN ജേക്കബ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അപ്പം VT തോമസ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അപ്പൊ അതിനിടയ്ക്ക് ഒരു സ്ഥാനാർത്ഥി ആരെന്ന് വന്നപ്പോ KM മാണി എന്ന് വക്കീലായി പ്രാക്ടീസ് തുടങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോ വലിയ പ്രാക്ടീസ് ഒന്നുമില്ല. എന്നാൽ ഈ DCC സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ. മാത്തച്ചൻ കുരുവനാക്കുന്ന DCC പ്രസിഡന്റ് ആയിരുന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സന്തോഷപ്രകാരം അദ്ദേഹവും മോഹൻകുളത്തെങ്കിലും ജോർജ് സാറും കൂടെ ചെന്ന് 10,000 രൂപയും കൊടുത്തു, ഒരു ജീപ്പും കൊടുത്തു. മോഹൻകുളത്തെങ്കിൽ സീറ്റും പാലാ കൊടുത്തപ്പോഴാണ് KM മാണി കേരള കോൺഗ്രസ്സായി. പക്ഷെ വന്ന അപകടം, ഞാൻ മരിച്ചയാളെ കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹം വന്നു 69 തന്നെ ആദ്യത്തെ മാറ്റി ജോർജ് സാർ തന്നെ പുറത്താക്കി. ഒന്ന് ആലോചിച്ച്, ആദ്യത്തെ വളരെ ചുരുക്കി നമുക്കൊന്ന് വിഷയത്തിലേക്ക് വന്നാലോ? വളരെ ചുരുക്കാം. അപ്പൊ അത് ആദ്യം മുതലേ പിളർപ്പുകളാണ്. പിന്നെ 79 പിളർപ്പ് രൂക്ഷമായി. മാണിയും ജോസഫുമായി ഇപ്പൊ 9 കേരള കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് സംസ്കാരത്തിലൂടെ നമുക്ക് കേരളത്തിൽ
ഒരു ബദൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. പക്ഷേ ഇനി ഒരു മാർഗമില്ല, ഒരു മാർഗമേ ഉള്ളൂ. ഈ LDFനും UDFനും വിരുദ്ധമായി ബദലായിട്ടൊരു പാർട്ടി ഉണ്ടാകണം, ഒരു മുന്നണി ഉണ്ടാവണം. അത് കാലം അതിനൊരു അവസരം കണ്ടെത്തും. അങ്ങനെ ഒരു മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ അഭിപ്രായം ഇതാണ് ഇത് സംബന്ധിച്ച്. വ്യക്തമാണ്. റൈറ്റ്. ശ്രീ ബെന്നി ജോസഫ്, താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോകളൊക്കെ വളരെയധികം വൈറലാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ നടക്കുന്ന അഴിമതികൾ അല്ലെങ്കിൽ അനീതികളൊക്കെ തുറന്നു കാട്ടുന്ന വീഡിയോകളിലൂടെയൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് താങ്കളുടെ പല ഇടപെടലുകളുമൊക്കെ. ഈ ഒരു കേരളത്തിൻ്റെ വർത്തമാനകാല സമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനിടയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കൾ മുന്നോട്ട് വെക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ മേഖലയിലാണ് നമ്മുടെ നാട് വളരെ ഗുരുതരമായ ഒരു അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് പോകുന്നതെന്ന് എന്നാണ് താങ്കൾക്ക് തോന്നുക? നമ്മുടെ ഇന്നത്തെ വിഷയം LDF, UDF, BJP കഴിഞ്ഞ് ഒരു 4ാം മുന്നണിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. യുവാക്കളോടും വിദ്യാർത്ഥികളോടും നല്ലത് ഇഷ്ടപ്പെടുന്ന രാജ്യസ്നേഹികളോടും എനിക്ക് പറയാനുള്ളത്, സത്യത്തിൽ ഇന്ന് ചർച്ചയിൽ വന്ന PC ജോർജ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. കാരണം ഒരു ഒറ്റയാൾ പട്ടാളത്തിന് അല്ലെങ്കിൽ വെട്ടിത്തുറന്ന് പച്ചക്ക് പറയുന്ന PC ജോർജിനെ ജനം തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. എല്ലാ പാർട്ടിക്കാരും ഇദ്ദേഹം തോക്കുന്ന വിചാരിച്ച ജയിച്ചു. കാരണം അങ്ങനെ സത്യം പറയുന്ന ഒരു സ്പേസ് ഇപ്പോഴും ഉണ്ട്. ഞാൻ വളരെ ചുരുക്കി വിഷയത്തിലേക്ക് വരാം. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ കൈകൊണ്ട് കത്തി ഓയിൽ വെച്ച് പശുവും കിടാവ്, കോൺഗ്രസിൻ്റെ എംബ്ലം അതായിരുന്നു, പശുവും കിടാവ്. പിന്നെ അത് കഴിഞ്ഞ് തെങ്ങ് വന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ നേതാവായ എവറസ്റ്റ് ചമ്മണി പെട്ടെന്ന് മമ്മട്ടി അടയാളത്തിൽ സ്വതന്ത്രനായി കമ്മ്യൂണിസ്റ്റിൽ പോയി. അന്ന് ഞാൻ മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP എന്നൊക്കെ പറയണത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കുകയും KR ഗൗരിയമ്മ ലാത്തി പ്രസവിക്കുകയാണെങ്കിൽ 140 കുട്ടികൾ ഉണ്ടാവും എന്ന് പറയുകയും KR ഗൗരിയമ്മ 2 പ്രാവശ്യം കോൺഗ്രസിൻ്റെ മന്ത്രിയായി. അബ്ദുള്ളക്കുട്ടി BJP പോയി. അൽഫോൻസ് കണ്ണന്താനം കമ്മ്യൂണിസ്റ്റിൽ ടൂറിസം മിനിസ്റ്ററായിട്ടിരുന്നിട്ട് ഇതിൽ പോയി. നമ്മളൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് കോൺഗ്രസിൻ്റെ എന്ത് തെമ്മാടിത്തരവും ന്യായീകരിക്കണ ടോം വടക്കൻ BJP പോയി. ഇപ്പം ഞാൻ രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നത് പിണറായി വിജയനും VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും, അങ്ങനെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവരൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം കൊടുത്താൽ, ആ കസേര കൊടുത്താൽ ഈ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് അവർ പ്രധാനമന്ത്രി ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇനി വിഷയത്തിലേക്ക് വരാം. 4ാം മുന്നണിക്ക് തീർച്ചയായും കേരളത്തിൽ ഒരു സാധ്യതയുണ്ട്. ദയവായി വിദ്യാർത്ഥികളും യുവാക്കളും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനൊക്കെ രാഷ്ട്രീയം കളിച്ച് നടക്കുമ്പോൾ പറമ്പിത്തറ മാഷ്, GCDയുടെ MLA ആക്കാൻ പോയപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ബാലേന്ദ്രൻ സാറ്, പ്രമുഖ അധ്യാപകനും പ്രൊഫസറൊക്കെ ആയിരുന്ന സാനു മാഷ്, അവരെയൊക്കെ കണ്ടാണ് എൻ്റെ രാഷ്ട്രീയം വളർന്നു നിൽക്കണം. ഇതിൻ്റെ മ്ലേച്ഛത്തരം കണ്ടിട്ടാണ് ഇതിൽ നിന്ന് സത്യത്തിൽ മാറി നിഷ്പക്ഷമായി ഈ കാര്യങ്ങൾ പറയുന്ന ഒരു വേദിയിലോട്ട് വന്നത്. യുവാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LDFും UDFും കേരളത്തിൽ BJP അധികം ഇല്ലാത്തതുകൊണ്ടാണ്. BJP ഉണ്ടെങ്കിൽ പോലും ഇവരൊക്കെ നേതാക്കന്മാർ പറയുന്നത് കേൾക്കുന്ന അണികൾ. അഴിമതി നടത്തിയാലും കൊള്ള നടത്തിയാലും കൊലപാതകം നടത്തിയാലും നിങ്ങൾ ചാനൽ ചർച്ചയിൽ കണ്ടിട്ടുണ്ടല്ലോ, അവരവരുടെ നേതാവിനെ പെയിന്റ് അടിച്ച് വെളുപ്പിക്കും. നീ കിണ്ടി കട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ കിണ്ണം കട്ടില്ലേ, രണ്ടുപേരും മോഷണമാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 74 വർഷം കഴിഞ്ഞിട്ടും നമ്മളെക്കാട്ടിലും വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് സിംഗപ്പൂർ, ബ്രൂണായി, ദുബായ് ഒക്കെ ഇപ്പം ഉണ്ടായ രാജ്യമാണ്. പക്ഷെ അവിടെ ജനസംഖ്യ കുറവാണ്, ഇത്രയും മതങ്ങളില്ല, അതും ഞാൻ കാണുന്നു. നമ്മുടെ നാട്, ഇന്ത്യ രാജ്യം ഒരു സമ്പന്ന രാഷ്ട്രമാണ്. പക്ഷെ രാഷ്ട്രീയത്തിൻ്റെ അംബേദ്കർ, ബഹുമാനപ്പെട്ട നമ്മുടെ ഭരണഘടന എഴുതി വെച്ച അംബേദ്കർ സാഹിബ്, അദ്ദേഹം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഭരണഘടന എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് വായിക്കണം. റൂളിംഗ് പാർട്ടി മസ്റ്റ് ബി സ്ട്രോങ്, അതായത് ഭരിക്കുന്ന പാർട്ടി സ്ട്രോങ് ആയിരിക്കണം. ഓപ്പോസിഷൻ പാർട്ടി മസ്റ്റ് ബി ടു സ്ട്രോങ്, അതായത് പ്രതിപക്ഷം കൂടുതൽ ശക്തമായിരിക്കണമെന്നാണ് അംബേദ്കർ എഴുതി വെച്ചേക്കണം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ നിയമസഭയെ കിടന്ന് വിഴുപ്പലക്കലും മലന്ന് കിടന്ന് തുപ്പലൊക്കെ ഉണ്ടാവും. പുറത്തു വരുമ്പോൾ ചിക്കൻ കാല് തിന്നുമ്പോഴും റോഡിൻ്റെയും പാലത്തിൻ്റെയൊക്കെ കമ്മീഷൻ പങ്കുവെക്കുമ്പോൾ ഇവരൊരമ്മ പറ്റ മക്കളാണ്. അതുകൊണ്ടാണ് പാലാരട്ടം പാലം കമ്പി ഇല്ലാണ്ട് അവിടെ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടിയാണ്. അതായത് ഒരു മുഖ്യമന്ത്രിക്ക് 5 രൂപയുടെ പേന, ഒരു മുഖ്യമന്ത്രിക്ക് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ജനാധിപത്യം എന്ന് പറഞ്ഞ സുതാര്യതയുള്ള എന്തിനും കണക്കും കാര്യമുള്ള ഒരു സ്ഥലത്തുനിന്ന്
നമ്മുടെ മുഖ്യമന്ത്രിക്ക് 5 രൂപയുടെ ഒരു പേന മേശപ്പുറത്ത് നിന്ന് എടുത്ത് പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ പ്രതിപക്ഷ നേതാവിന് പറയാം, ആ പേന അവിടെ വെക്ക്, ഇത് നികുതി പണമാണ്, ഇത് ജനങ്ങളുടെ പണമാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ചൂല് പോലെ ഈ പേന ഇവിടെ വെക്കണം. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി പേനയും കമ്പ്യൂട്ടറും എടുത്തുകൊണ്ട് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് മേശയും എയർ കണ്ടീഷനും എടുത്തിട്ട് പോവുകയാണ്. പരസ്പരം കക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ പാലാരിട്ടം പാലത്തിന്റെയൊക്കെ ഒരു കള്ളനില്ലെന്നാ പറയണം. അത് മാത്രമല്ല, എനിക്ക് പി സി ജോർജിന് ഈ അവസാന സമയത്ത് പുള്ളി BJP-യിലൊക്കെ പോയി എന്നുള്ള ഒരു ഇതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറണമുണ്ടാണ്. ഞാൻ പറയുന്നത്, അദ്ദേഹം സ്വതന്ത്രനായിട്ട് ഇപ്പൊ 1 ഇന്ത്യ 1 പെൻഷനോ ആം ആദ്മിയോ ഏതെങ്കിലും ഒരു പാർട്ടി, ഇനി പുള്ളി പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. 2020-ലോ സുതാര്യത. അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ നാളെ ഒരു MLA ആയാൽ ആദ്യം വേണ്ടത് 1 രൂപയുടെ കണക്ക് വരെ അവിടുത്തെ ജനങ്ങൾ അറിയണം. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ വെബ്സൈറ്റിൽ ഇടണം. റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കണ്ട. പി സി ജോർജിന് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വേറെ, പി സി ജോർജ് ചെറുപ്പക്കാരനല്ല, പക്ഷെ വേറെ ചെറുപ്പക്കാർ വരട്ടെ. ബെഡ്റൂമിൽ പോണതും ടോയ്ലറ്റിൽ പോണതും ഒഴിച്ച് ബാക്കി എല്ലാം സുതാര്യതയോടെ പറയണ ഒരു MLA-യോ ഒരു MP-യോ ഉണ്ടായ ഈ നാട് രക്ഷപ്പെടും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പുതിയ ചെറുപ്പക്കാർ ചെയ്യേണ്ടത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്ത് കാത്തിരിക്കണ്ട. പിന്നെ നമുക്കൊക്കെ നിയമമുണ്ട്. ഒരു വാഹനം ഓടിക്കണമെങ്കിൽ നിയമമുണ്ട്, സ്കൂളിൽ പോകണമെങ്കിൽ നിയമമുണ്ട്, പരീക്ഷ എഴുതണമെങ്കിൽ നിയമമുണ്ട്, എല്ലാ നിയമങ്ങളുണ്ട്. പക്ഷെ രാഷ്ട്രീയക്കാർക്ക് മാത്രം നിയമങ്ങളില്ല. അവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം. 100 വയസ്സാവുമ്പോഴും ഭരണപരിഷ്കാര കർത്താവ് എന്ന് പറഞ്ഞിട്ട് മുഖത്ത് സിബ്ബു ഇട്ടിട്ട് 3,75,000 രൂപ മേടിക്കാം. 88 കോടി രൂപക്ക് CBI അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം. ചെലവുകൾ എഴുതി തുടക്കാം. ഒരു കാര്യം കൂടി പറയാം. ചെറുപ്പക്കാർ വിചാരിച്ചാൽ ഒരു നല്ല നിയമം, നല്ലൊരു നിയന്ത്രണം രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് പുതിയൊരു പാർട്ടി ഉണ്ടായാൽ ഇവിടെ സാധ്യതയുണ്ട്. ആ സാധ്യത ഇതൊക്കെയാണ്. ഒന്ന്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആ സമൂഹം ആ പഞ്ചായത്തിൽ ആ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകനായിരിക്കണം. അല്ലാണ്ട് ഹൈക്കമാൻഡും കിം കമാൻഡും കെട്ടിവലിക്കേണ്ടവനവനല്ല ആവേണ്ടത്. MP വേണമെങ്കിൽ ഇത്തിരിയും കൂടിയൊക്കെ ദൂരം പോയിക്കോട്ടെ. പഞ്ചായത്ത് മെമ്പർ MLA ഒക്കെ ആ പ്രദേശത്തുള്ള ആളായിരിക്കണം. 2, അയാളുടെ സ്വത്ത് വെളിപ്പെടുത്തണം. 3, അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം. എത്ര രൂപ വന്നു, എത്ര രൂപ ചെലവാക്കി. 3, 2 പ്രാവശ്യം കഴിയുമ്പോൾ മാറിക്കൊടുക്കണം. 2020 എന്ന ഗ്രാമത്തിൽ ഒന്ന് പോയി കാണണം. പക്ഷേ ഒരു കാര്യം കൂടി പെട്ടെന്ന് നിർത്തേക്കാം. ഈ 2020 ഗ്രാമത്തിനെ ഞാനും ചാലഞ്ച് ചെയ്യണം. ഇവിടെ CBI ഉണ്ട്, ഫൈനാൻഷ്യൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, RBI ഉണ്ട്, DRI ഉണ്ട്, എന്തോരം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പൊള്യൂഷൻ കൺട്രോൾ ഉണ്ട്. ഈ സാബു ജേക്കബ് എന്ന് പറയുന്ന 2020 ജേക്കബിലെ ആള് വലിയൊരു കള്ളനും കൊള്ളക്കാരനും ആണെങ്കിൽ ഇവിടെ നിയമം ഇല്ലേ പിടിക്കാൻ. അവിടെ ഇപ്പൊ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സുഡാപ്പി കിഡാപ്പി എല്ലാവരും കൂടിയാണ് ഈ 2020-നെ എതിർക്കണം. സാബ് കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടാവും അതിന്റെ മുമ്പിൽ ആദ്യം ചെരുപ്പിനടിക്കാൻ. അത് ആ ഒരു ഭാഷ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. എതിർക്കാൻ ഞാനുണ്ടാവും, കോടതി പോകാൻ ഞാനുണ്ടാവും. പക്ഷെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 2020-ൽ അവരുടെ CSR ഫണ്ടാണ് കൊടുക്കണം. എന്തായാലും അവിടുത്തെ ജനം ശാന്തമായി ജീവിക്കുന്നു. നമുക്ക് വിഷയത്തേക്ക് തിരിച്ചു വരാം. ഇവിടെ ശ്രീ ബെന്നി ജോസഫ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഒരു കിഴക്കമ്പലത്തെ 2020 കൂട്ടായ്മ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ചയാകുന്നുണ്ട്. ശ്രീ ബെന്നി ജോസഫ് അതിന് കുറെ അധികം കാലമായിട്ട് ആ ആശയത്തെ വലിയധികം രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഒരു മോഡലിനൊക്കെ കേരളത്തിൽ ഒരു സാധ്യത കാണുന്നുണ്ടോ ശ്രീ PC ജോർജ്? കേരളത്തിൽ ഒന്നാകെ ബെന്നി പറഞ്ഞല്ലോ, 100% സാധ്യതയല്ല, 101% സാധ്യതയുണ്ട്. ധൈര്യമായിട്ടിരുന്നു. കാരണം ഈ 2020 എന്ന് പറയുമ്പോ നമ്മുടെ ജേക്കബ് ബേഡൻ ഹിറ്റക്സ് ലുങ്കിയുടെ ജേക്കബ് ബേഡന്റെ സ്ഥാപനമാണ്. അലുമിനിയം അതാണ് തുടക്കം. അലുമിനിയം. ഞാൻ ജേക്കബ് ബേഡന്റെ അടുത്ത് പോയിട്ടുണ്ട്. ജേക്കബ് ബേഡനോട് അത്രമേൽ പേഴ്സണൽ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം തുടങ്ങി വെച്ച ഈ 2020-യുടെ പ്രത്യേകത എന്താ? അവിടുത്തെ ഹിറ്റക്സ് സ്ഥാപനം അല്ലെങ്കിൽ അലുമിനിയം ആണല്ലോ കമ്പനി. അവിടെ ഓരോ കുടുംബത്തിലും അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം എത്തിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? അത് എത്രയോ നല്ലൊരു പ്രവൃത്തിയാ. അതായത് എന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം ഞാൻ ജനങ്ങൾക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനല്ലേ? ആ ജോലിയാണ് ജേക്കബിന്റെ മകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ 2020 വിജയിക്കുന്നത്. അവിടെ ഒന്നും വേറെ ആർക്കും കയറാൻ പറ്റുകയില്ല. ചുമ്മാ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാം കൂടെ മോട്ടിക്കാന്ന് നിങ്ങൾ വെറുതെ നടക്കുക, അവിടെ ലക്ഷം കിട്ടുകയില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ് ബെന്നിയുടെ സാന്നിധ്യത്തിൽ. അടുത്ത 7-ാം തീയതി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അടുത്ത മാസം 7-ാം തീയതി ആലപ്പുഴ വെച്ച് ഞാൻ പത്രസമ്മേളനം നടത്തുന്നുണ്ട് 3 മണിക്ക്. കേരളത്തിൽ ഇതുവരെ അധികാരത്തിന്റെ പങ്ക് ലഭിച്ചിട്ടില്ലാത്ത പാവപ്പെട്ട SC, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ,
അങ്ങനെയുള്ള വിഭാഗങ്ങളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് 61ഓളം സംഘടനകളിലെ നേതാക്കന്മാരുമായിട്ട് 10 മണി വരെ ഇരിക്കുകയാണ്. 3 മണിക്ക് കേരളത്തിൽ ഒരു മുന്നണി ഉണ്ടാവും. ആ മുന്നണിയുടെ ശക്തി എന്താണെന്ന് പിന്നീട് പറഞ്ഞു. ശ്രീ പി സി ജോർജ് പുതിയൊരു മുന്നണിയായിട്ട് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയൊരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. മുന്നണിയായിരിക്കും. അതിൽ ഈ കിഴക്കമ്പലം മോഡൽ മുന്നണിയായിട്ടാണോ? 61ഓളം സംഘടനകൾ. അതിൽ സംഘടനയുള്ള കേരള ജനപക്ഷം എന്ന് എന്റെ പാർട്ടിയും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടികൾ ഉൾപ്പെടെ ആ രജിസ്ട്രേഷൻ ഇല്ലാത്ത പാർട്ടികൾ ഉൾപ്പെടെ 61ഓളം സംഘടനകളുമായി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മാന്യന്മാരായ പല നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാൻ ഇരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ. പല ആളുകളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 7-ാം തീയതി ഞങ്ങൾ പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപനത്തിന് ശേഷം 14 ജില്ലകളിലും അതിന് കമ്മിറ്റി ഉണ്ടാവും. 150 നിയോജക മണ്ഡലത്തിൽ അതിന് കമ്മിറ്റി ഉണ്ടാവും. 21,000 വാർഡുകളിലും കമ്മിറ്റി ഉണ്ടാവും. അതെല്ലാം 1 മാസത്തിനും ഉണ്ടാവും. അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നടന്നാൽ ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും മത്സരിക്കും. മുന്നണിയുടെ എന്ന് പറയുമ്പോൾ അതത് പഞ്ചായത്തുകളിലോ അതത് മേഖലകളിലോ യോജിക്കാൻ കഴിയുന്ന കക്ഷികളുമായി യോജിച്ചുകൊണ്ട് മത്സരിക്കുന്നതിന് നമുക്ക് കഴിയില്ല എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയൊരു പ്രഖ്യാപനമാണല്ലോ ഷെക്കേന ടിവിയിലൂടെ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ പ്രഖ്യാപനമാണ്. ശ്രീ ബെന്നി ജോസഫ് എന്താണ് പറയാൻ വന്നത്? ജോർജേട്ടോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അപേക്ഷയും കൂടിയുണ്ട്. പ്രത്യേകിച്ചും എന്നെ ശ്രവിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എൻ്റെ ആശയത്തെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. ഒരു അപേക്ഷയുണ്ട്. പി സി ഒത്തിരി മേഖലകളിൽ പ്രവർത്തിച്ച് ഇതാക്കിയിട്ടുള്ളതാണ്. എവിടെയാണ് നമുക്ക് ലൂപ്പ് ഹോൾ ഉണ്ടായത്, എവിടെയാണ് നമുക്ക് തെറ്റുണ്ടായത്, അതൊന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടി ഞാനും ഈ പ്രാവശ്യം കുറേ പേരെ സഹായിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പി സി ജോർജ് ദയവ് ചെയ്ത് ഒന്ന്, നിങ്ങളുടെ ഭരണത്തിൽ റൈറ്റ് ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല, എല്ലാം വെബ്സൈറ്റിലൂടെ ജനങ്ങളെ അറിയിക്കുമെന്നും 2 ടേം കഴിയുമ്പോൾ MLA ആയാലും ശരി, മന്ത്രി ആയാലും ശരി, ഈവൻ നിങ്ങൾ മുഖ്യമന്ത്രി ആയാലും ശരി, 2 ടേം കഴിയുമ്പോൾ മാറിക്കൊടുക്കാമെന്നും സകല കാര്യങ്ങൾക്കും RTI വേണ്ട, ജനാധിപത്യ രീതി പോകുന്ന ഒരു ഉറപ്പ് പറയുവാണെങ്കിൽ പാർട്ടിയിലൊന്നും ചേരാത്ത വേറെ കാര്യം, ഞങ്ങളുടെ ജനപക്ഷത്തിൻ്റെയും എന്നെ ഇഷ്ടപ്പെടുന്ന യുവാക്കളുടെയും ഒരു വലിയ കൂട്ടായ്മ നിങ്ങളുടെ പുറകിലുണ്ടായിരിക്കും. കാരണം നമ്മുടെ നാടൊന്ന് രക്ഷപ്പെടണം, അഴിമതി മുക്തമാവണം. ഞാൻ പറയുന്ന കുറച്ചൊക്കെ കട്ടോട്ടെ, പക്ഷെ 500 രൂപയുടെ ഓണത്തിന്റെ കിട്ടിയെന്ന് വരെ ഒരു സെക്കൻഡ്, ഒട്ടും കക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ മുഴുവൻ കക്കും. കുറച്ച് കട്ടോട്ടെന്ന് പറഞ്ഞേക്കരുത്, പറഞ്ഞാൽ മുഴുവൻ. അപ്പൊ ഞാൻ നിങ്ങളോടൊരു വാഗ്ദാനം തരുവാണ്, നല്ലൊരു ഡിസിഷനാണ് ഇവിടെ ഉണ്ടായത്. പൂർണ്ണ പിന്തുണ യുവാക്കളുടെ ഉണ്ടാവും. ഇവിടെ LDF UDF പൊടി തൊടില്ല. ശ്രീ പി സി ജോർജ്, ഇവിടെ ശ്രീ ബെന്നി ജനപക്ഷം പറഞ്ഞ ഒരു ആശയം എന്താണ് അഭിപ്രായം? ഞാൻ പറയാം. ബെന്നി പറഞ്ഞ ഒരു കാര്യം എങ്ങനെ ഞാൻ നടപ്പാക്കും? 80 മുതൽ 40 കൊല്ലമായി ഞാൻ ഈ MLA പണി കൊണ്ട് നടക്കുക. ഞാൻ ഒളിച്ചു വെക്കാം, നിങ്ങൾക്ക് അന്വേഷിക്കാം. 80-ൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പം PJ ജോസഫിന് നിർബന്ധത്തിന് വഴങ്ങിയാൽ ഞാൻ മത്സരിച്ച്. PJ ജോസഫ് ജീവിച്ചിരിപ്പണം നിങ്ങൾ ചോദിക്കാം. 82-ൽ ഞാൻ പിന്നീട് ഇലക്ഷൻ വന്ന് ഞാൻ നിൽക്കുന്നില്ല, ഓടി രക്ഷപ്പെട്ടവനാണ്. ഇവിടുത്തെ ജനം ഒറ്റക്കെട്ടായി നിൽക്കാൻ പറഞ്ഞുകൊണ്ടാണ് നിന്നത്. അത് കഴിഞ്ഞ് 87-ൽ ഞാൻ തോറ്റു, രക്ഷപ്പെട്ടു, ഞാൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ 96-ൽ രസന 96-ൽ ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളും വീട്ടിൽ വന്ന് ഞാനിരുന്ന കസേര വരെ അടിച്ചോടിച്ചു, ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയണം. അത്രയും ഇഷ്യൂ ഉണ്ടായാണ് വീണ്ടും ഞാൻ നിൽക്കേണ്ടി വന്നത്. അപ്പോഴാണ് ഈ 10,000-ഉം 16,000-ഉം പിന്നെ 28,000-ആയിട്ട് ഭൂരിപക്ഷം വളർന്നത്. ഞാൻ LDF-ൽ UDF-ൽ നിന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബെന്നി പറഞ്ഞു ഒരു കാര്യത്തോട് യോജിക്കാൻ പറ്റില്ല, ആത്മവഞ്ചന പറ്റുകയില്ല. ഞാനിപ്പോ എന്റെ പ്രായത്തിൽ, ഞാൻ എപ്പോഴും പ്രായം 48 എന്നാ പറയുന്നത്, വലിയ കളവാ പറയുന്നത്, പക്ഷേ മനസ്സിലായില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തർക്കമുണ്ട്. അത് ബെന്നി കേട്ടോ, പഞ്ചായത്ത് മെമ്പർമാരുടെ കാലാവധി 10 വർഷമാക്കണം. 5 വർഷമാണ് ഇപ്പോൾ ഇലക്ഷൻ, അത് 10 ആക്കണം എന്ന് അഭിപ്രായക്കാരൻ. എന്താ കാരണം എന്നറിയോ? ഒരു പഞ്ചായത്ത് മെമ്പർ എന്താണ് പഞ്ചായത്ത് പഠിച്ചു വരുമ്പോൾ 3 കൊല്ലം പിടിക്കും. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോഴത്തേന് അവൻ പണി തീർന്ന് വേറെ ആള് വരിക, പിന്നെ പഠിത്തവാ. ഇതാണ് ഈ കേരളത്തെ നശിപ്പിച്ചിട്ടുള്ളത്, ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് മെമ്പറാണ് ഈ പഞ്ചായത്ത് 10 കൊല്ലം ആക്കണം. ഞാൻ അധികാരത്തിലേക്ക് അത് കിട്ടിയാൽ ആ നിമിഷം ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ പഞ്ചായത്ത് ഉണ്ടാവോ? ശ്രീ ബെന്നി ജോസഫ്, ഇവിടെ പി സി ജോർജ് പറഞ്ഞത് താങ്കൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ നിർദ്ദേശിക്കുന്ന ഒരു ആശയങ്ങളുമായിട്ട് വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ ബെന്നി ജോസഫ്? ഞാൻ പറയുന്നത്
ഞാൻ പറയുന്നത് ഇപ്പോൾ പി സി ഇത്രയും കൊല്ലമൊക്കെ നിന്നു, ശരിയാണ്. നമുക്ക് കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് പി സി ഒരു കോർഡിനേറ്ററായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൺവീനറായിട്ട് ഇരുന്നു കൊണ്ട് പി സി വിശ്വസിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ടല്ലോ. എനിക്ക് പറയാനുള്ളത്, പി സിനോട് ദയവ് ചെയ്ത് പറയാനുള്ളത്, ഇപ്പം എന്നോട് പലരും നിൽക്കാൻ പറയുമ്പോൾ ഞാൻ പറയണത്, ഇപ്പം ഞാൻ എറണാകുളത്ത് നിപുൺ ചെറിയാൻ, തിരുവനന്തപുരത്ത് സഞ്ജീവ്, അങ്ങനെ ഞാൻ കുറച്ച് ചെറുപ്പക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെയാണ് ഞാൻ നിർത്തണം, ഞാൻ നിൽക്കില്ല. കാരണം നമുക്ക് പി സിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളൊരു പാർട്ടി ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം വേണമെങ്കിൽ മുഖ്യമന്ത്രി ആയിക്കോ, ഒരു പ്രാവശ്യം മാത്രം. പിന്നെ ജനങ്ങളൊക്കെ വന്ന് പലതും പറയും. നമ്മളൊരു റോൾ മോഡൽ ആവണം. നിങ്ങൾ പലപ്പോഴും റോൾ മോഡൽ ആയിട്ടുള്ള ഈ അടുത്ത പ്രാവശ്യം പോലും ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുക, എന്റെ മനസ്സിൽ ഇതിന്റെ കൺവീനർ സ്ഥാനമോ ചെയർമാൻ സ്ഥാനം എടുത്ത് മാറി നിന്നാലോ എന്ന് ആലോചിക്കുകയാണ്. അത് ഞാൻ കൺഫേം ചെയ്ത് പറയാത്തത്, ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് അവരെ വഞ്ചിച്ചു എന്ന പേര് ഒരു പ്രാവശ്യം തീരുമാനം അല്ല, ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം നിന്ന് അതൊന്ന് സ്റ്റഡി ആക്കണം. സൈക്കിളിൽ ചവിട്ടുമ്പോൾ ആദ്യമേ തന്നെ ആരും വിട്ടുകളയാറില്ലല്ലോ, അവന്റെ സ്റ്റിയറിംഗ് ഒന്നും ആയിക്കോട്ടെ. ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്, പി സിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഇത് നിങ്ങൾ ഇനി ഒരു പാർട്ടിയുടെ ഇത് കൂട്ടപ്പ് സെറ്റപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ദയവായി നിങ്ങളൊരു നിയമവും നിയന്ത്രണവും ഉണ്ടാവണം. കാരണം അപ്പോൾ ചെറുപ്പക്കാർക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കണത് KPC ലളിതയും ഇന്നസെന്റും പറഞ്ഞു, നുണയന്മാരെ തിരിച്ചറിയുക, എല്ലാം ശരിയാക്കും. തീർച്ചയായും തീർച്ചയായും. ഇവിടെ നമുക്ക് തിരിച്ച് ചർച്ചയിലേക്ക് വരാം. ശ്രീ പി സി ജോർജ്, നമ്മുടെ മുമ്പിൽ ഒരു ബദൽ രാഷ്ട്രീയ മുന്നേറ്റം എന്ന് നമ്മൾ ഒരു ചർച്ച വരുമ്പം നമ്മൾ ആദ്യം ഓർക്കുന്ന പേര് ആം ആദ്മി പാർട്ടിയും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളും ഒക്കെയാണ്. കാരണം BJPയുടെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു മേഖലയൊക്കെ അടിപൊടി മാറ്റിയെടുക്കാനുള്ള ഒരു മുന്നേറ്റം അദ്ദേഹം കാഴ്ചവെച്ചു. ഏറെക്കുറെ അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ വളരെ പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടാണ് അദ്ദേഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കാനുള്ളത്. കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു നേതാവ് വളർന്നു വരുവാൻ, അല്ലെ ആം ആദ്മി പാർട്ടി പോലുള്ള അത്തരം ശക്തമായ ഒരു നേതൃത്വം കേരളത്തിന്റെ സാഹചര്യത്തിൽ സാധ്യമാണെന്ന് കരുതുന്നുണ്ടോ? ഞാൻ വളരെ വിനയത്തോടെ കേജ്രിവാളിനെ ഏറ്റവും അധികം ആദരിക്കുന്നയാളാണ് ഞാൻ. ആ ആദ്മി പാർട്ടിയോടും ബഹുമാനവും സ്നേഹവും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ആ പാർട്ടി കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല? അതിന്റെ കൾച്ചർ രണ്ടാണ്. ഡൽഹി എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്ര, കേജ്രിവാള് സ്വാഭാവികമായിട്ട് ആ ഉദ്യോഗസ്ഥ ബന്ധത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹത്തിന് പിന്തുണ വന്നു. അഴിമതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടത്തിനും വില കിട്ടി. അത് തന്നെയല്ല, ശരി ചെയ്യുന്നവനാണെന്ന് അദ്ദേഹം തെളിയിച്ചു. അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താ? കേരളത്തിലെ കൾച്ചർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എങ്ങനെ തിരിച്ച സമുദായങ്ങൾ, ആ സമുദായങ്ങളൊക്കെ സ്നേഹമാണെന്ന് എല്ലാവരും പറഞ്ഞാലും എല്ലാവരുടെയും മനസ്സിൽ സമുദായമുണ്ട്. അതാണ് ഏറ്റവും വലിയ ഗതികേട് നമ്മുടെ കേരളത്തിലെ പ്രത്യേകത. പിന്നെ വേറെ പ്രത്യേകതയുണ്ട്. ഈ സംസ്കാരം എടുത്ത് നോക്കിയാൽ വയനാടിന്റെ സംസ്കാരമല്ല നമ്മുടേത്. കാരണം കാർഷിക മേഖലയുടെ കാലാവസ്ഥ വേറെ, ഇവിടെ കുട്ടനാടിലേക്ക് വന്ന കാലാവസ്ഥ വേറെ, ഇടുക്കിയിലേക്ക് വന്ന കാലാവസ്ഥ വേറെ. ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. അപ്പൊ കേരളത്തിന്റെ പ്രശ്നങ്ങൾ അതേപടി പഠിച്ച് അതിന്മേൽ പ്രതികരിക്കാൻ കഴിയുന്ന, നീതി ചെയ്യാൻ കഴിയുന്ന, സുതാര്യമായ ജനങ്ങളോട് പ്രവർത്തിക്കാൻ കഴിയുന്ന, അഴിമതിക്കാരനല്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത, വർഗീയവാദിയല്ലാത്ത ഒരു വ്യക്തിയായി ആരെങ്കിലും കടന്നു വന്നാൽ അവരെ ജനം അപ്രൂവ് ചെയ്യും. അങ്ങനെ ഒരാളാകാൻ ആർക്ക് കഴിയും എന്നതാണ് പ്രശ്നം. അതെ, അതാണ് ചോദ്യം. ആർക്ക് കഴിയും? അതിനൊരു ഉത്തരമുണ്ടോ? ആർക്ക് കഴിയുമെന്നുള്ളത് നമുക്ക് ഒരു മാസം കഴിഞ്ഞ് ഞാൻ പറയാം. ഒരു മാസം എനിക്ക് തരണം, അല്ല ഞാൻ മുമ്പ് കയറൊന്നും പറയില്ല. തീർച്ചയായിട്ടും 7-ാം തീയതി നമുക്ക് ഈ ഷക്കൈന ചാനലിൽ തന്നെ നമുക്കൊന്ന് ഇരിക്കാം. അപ്പോ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മുഴുവൻ പറയാം. 7-ാം തീയതി വേണമെങ്കിൽ വൈകുന്നേരം ഷക്കൈന ചാനലിൽ നമുക്ക് വേണം സംസാരിക്കാം. കാരണം നിങ്ങൾ കുറെ ശരി എന്ന ഒരു ചാനലാണല്ലോ, ശരി ഉറപ്പാക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. എനിക്ക് ഷക്കൈന ചാനലിനോടുള്ള ഏറ്റവും സ്നേഹം പറഞ്ഞേക്കാം. ഞാൻ അവിടെ ഹെഡ് ഓഫീസ് വന്നപ്പോൾ എനിക്ക് ഏറ്റവും സ്നേഹം തോന്നുന്നത്, ആ കയറി വരുന്നിടത്ത് ഒരു പ്രാർത്ഥന കേട്ടു. പ്രാർത്ഥന കേട്ടുകൊണ്ട് ഞാൻ പതുക്കെ വാതിൽ തുറന്ന് അകത്ത് കയറി. അവിടെ പ്രാർത്ഥന നടക്കണം, വലിയ പ്രാർത്ഥന. ഞാൻ ചോദിച്ചോളൂ, 24 മണിക്കൂറും പ്രാർത്ഥന ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളെ രക്ഷപ്പെടൂ. അങ്ങനെ എല്ലാ മതസ്ഥരോടും സ്നേഹത്തോട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അഴിമതിക്കെതിരായിരിക്കണം. പിന്നെ ഞാൻ ഒളിച്ചു വെക്കുന്നില്ല, എന്താണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 140 നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർത്താനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ
എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് നോട്ടീസ് അടിച്ച് കേരളത്തെ മുഴുവൻ വീടുകളിൽ എത്തിക്കും. ആ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ദിവസം വെച്ചായിരിക്കും. അതായത് കെട്ടിടം പണിയുമ്പോ 1, 2, 3, 5, 8, 10 ഓരോ ദിവസവും കല്ല് വെക്കുന്നതിന് കണക്കുണ്ട്. അതുപോലെ കറക്റ്റായി കണക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ കാര്യം ചെയ്യാൻ 5 കൊല്ലത്തേക്ക് എന്ത് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മത്സരമായിരിക്കും ഉണ്ടാക്കുക. യാതൊരു സംശയം വേണ്ട. ഇതാണ് പറയാനുള്ളത്. വ്യക്തമാണ്. എനിക്ക് ശ്രീ ബെന്നി ജോസഫിനോടുള്ള ഒരു ചോദ്യം ഇതാണ്. ഇവിടെ നമ്മൾ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഇവിടെ നമ്മൾ ചർച്ചയിൽ മുന്നോട്ട് വന്നു. CPM-നെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും ഒക്കെ. ഇപ്പൊ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ ഭൂപടത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ അപ്രസക്തമാണെന്നാണോ നിങ്ങൾ രണ്ടുപേരും പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ ആദ്യം ശ്രീ ബെന്നി ജോസഫിലേക്ക് തന്നെ തിരിച്ചു വരാം. തീർച്ചയായിട്ടും കോൺഗ്രസും കേന്ദ്രത്തിൽ LDF-ന് വലിയ റോൾ ഉണ്ടായില്ല, എന്നാലും LDF-ആയിട്ട് ഒരുമിച്ചുണ്ട്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP-യും ഇവരൊക്കെ തന്നെ നമ്മുടെ നാടിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ 74 വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മുടെ രാജ്യം വികസിച്ചതും ചില കോടീശ്വരന്മാർ കോർപ്പറേറ്റ് വികസിച്ചതും ചില രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടികളുടെ ബിൽഡിങ്ങുകളും പാർട്ടികളുടെ നേതാക്കന്മാരും കോടീശ്വരന്മാരായതല്ലാതെ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളും യുവാക്കളും ഞാൻ ഈ പറയണതൊന്ന് ശ്രദ്ധിക്കണം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിച്ച് 74 വർഷമായപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എല്ലാ നേതാക്കന്മാരും, ഒരു 95% നേതാക്കന്മാരും കോടീശ്വരന്മാരാവുകയും 7 കോഴ്സ് ഡിന്നർ കഴിക്കുകയൊക്കെ ചെയ്ത് അവർ നന്നായാലും സന്തോഷമുള്ളൂ. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ പ്രകൃതി കുറച്ച് സംരക്ഷിക്കണം. പട്ടിണിയുള്ള റോട്ടിൽ നമ്മളൊക്കെ വലിയ വലിയ കാറുകളിൽ, ആഡംബര കാറിൽ പോകുമ്പോൾ കൊച്ചു കുട്ടികൾ വന്ന് ഭിക്ഷ യാചിക്കരുത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യ. അല്ലാണ്ട് നമ്മൾ ചന്ദ്രനിൽ പോയി നമുക്ക് ഇവിടെ 10 5 സ്റ്റാർ ശ്രീ ബെന്നി ജോസഫ്, നമ്മളെ 100-120 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് എല്ലാ അർത്ഥത്തിലും 130, തീർച്ചയായും ശ്രീ ബെന്നി ജോസഫ്, നമ്മൾ 130 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമായിരുന്നു താങ്കൾ പറയാൻ? അതിലോട്ടാ വരുന്ന. തീർച്ചയായും പറഞ്ഞോളൂ. ആദ്യം തന്നെ എന്നെ ശ്രവിക്കുന്നവർ അല്ലെങ്കിൽ ഷൈക്ക TV-യുടെ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഒരു സമ്പന്ന രാഷ്ട്രമാണ്. 130 കോടി ജനങ്ങളിൽ ഞാൻ പറയുന്നില്ല നാളെ തൊട്ട് എല്ലാവർക്കും തേനും പാലും ഒഴുകണമെന്നൊന്നും പറയുന്നില്ല. അഴിമതി കുറച്ചാൽ, സുതാര്യത കൊണ്ടുവന്നാൽ, നമ്മുടെ KSRTC മര്യാദക്ക് ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം ഇല്ലാതെ ഓടിച്ചാൽ, ടോളില്ലാതെ ഇനി ഇവിടെ റോഡുകൾ ഉണ്ടാവില്ല. പക്ഷെ ടോള് പിരിക്കണതിന് ഒരു കണക്ക് വേണ്ടേ? ഞാൻ ഇന്നും തൃശ്ശൂർ പാലിയക്കര ടോളിൽ കൂടി വന്നപ്പോൾ ആലോചിക്കുകയാണ്, ഞാനും എൻ്റെ മക്കളും മക്കളുടെ മക്കളും ചത്താലും ഇവന്മാർ ഇവിടെ നിന്ന് പിരിക്കും. കാരണം ഇതിൻ്റെയൊക്കെ വീതം, കിഡ്നി ഓപ്പറേഷൻ, ലിവർ ഓപ്പറേഷൻ, ഹാർട്ട് ഓപ്പറേഷൻ, ചവപ്പെട്ടി കച്ചവടത്തിൽ പോലും MLA-മാർക്കും MP-മാർക്കും കമ്മീഷനുണ്ട്, കൈക്കൂലിയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ അഴിമതി നടക്കില്ല. ശ്രീ BC ജോർജ്, വളരെയധികം കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ വളരെ പ്രത്യേകമായിട്ട് കേരളത്തിലെ ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ടോൾ പ്ലാസ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്ര രൂപയാണ് ഓരോ മനുഷ്യരും അവിടെ അടയ്ക്കുന്നത്? താങ്കൾ ആ വിഷയത്തിലൊക്കെ വളരെ ശക്തമായി ഇടപെടുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ നിലവിലുള്ള മുന്നണികളൊന്ന് മനസ്സ് വെച്ചാൽ ഈ ഒരു അമിതമായ ടോൾ ഈടാക്കുന്നതൊക്കെ പരിഹരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റൊരു, ഇപ്പൊ നിങ്ങൾ പറയുന്നതനുസരിച്ച് പുതിയൊരു സംവിധാനം വന്നെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുണ്ടോ? അതോ നിലവിലുള്ള കാര്യങ്ങളെ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ പോരെ? ഞാൻ പറയാം. ഇപ്പോ ഒരു ടോൾ പ്ലാസയുടെ കാര്യം ഇപ്പം ബെന്നി പറഞ്ഞ കേട്ടില്ല നിങ്ങള്? ഞാൻ അതിലെ വരുമ്പം ഇവന്മാർ റൗഡിസം കണ്ടിട്ട് സഹിക്കാൻ പാടില്ലാണ്ട് ഇറങ്ങി ടോൾ പ്ലാസ ഇതെല്ലാം അടിച്ചു പറിച്ചേച്ച് ഞാൻ പോന്നവനാ. അതെ, നിങ്ങളായതുകൊണ്ട് വീട്ടിൽ പോയി, ഞങ്ങളാണ് ഈ ജയിലിൽ പോകും. മുഴുവൻ അടിച്ചു പറിച്ച് അത് അവനെ പരിപാടി ഞാൻ തീർത്തേച്ചാ പോന്നെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ചില നടപടി സ്വീകരിച്ച് അവരുടെ പേര് കേസെടുത്ത് വിജിലൻസ് എൻക്വയറി, വിജിലൻസ് CBI എൻക്വയറി വന്നു. ഇപ്പൊ എൻക്വയറിയിൽ അവർ പ്രതിയായിരിക്കുക. ഇനി ഒരു 100 പിരിച്ചോണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച്, ശരി, ആ CBI എൻക്വയറിയിൽ അമ്മമാര് പ്രതിയായി വന്നു, എന്നിട്ടും അവർ പിരിക്കുക. എന്തൊരു ഗതിയാ നമുക്കത് പറ. ഇത് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉള്ള മുഴുവൻ ടോൾ മാറ്റിക്കളയാൻ മന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ട ആ കാര്യത്തിൽ. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണം തീർച്ചയായും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഈ ബെന്നി പറഞ്ഞ ഒരു കാര്യം ശരി, ഈ നികുതി കൊടുക്കുന്നവരാരാ ഉള്ളേ? പ്രശ്നമാണ്. ഈ അദാനിയുടെ വിഴിഞ്ഞം 10 നടപ്പായാൽ സെക്രട്ടേറിയറ്റ് 8 കൊല്ലം കഴിയുമ്പോൾ കാണുക കടലെടുത്ത് പോകും പോരെ.
ഈ രാജ്യം മുഴുവൻ കൊണ്ടുപോയി അദാനിയെ പോലെ ഒരു സമ്പന്നന് കൊടുക്കാൻ ഇവിടുത്തെ ഇതാരാ അദാനിയായിട്ട് ആദ്യം വിഴിഞ്ഞത്തിലേക്ക് വെച്ച ഉമ്മൻചാണ്ടി. ഇപ്പൊ അതിന് കൂട്ടുന്നത് പാറ ചുമ്മാ കൊടുത്തിരിക്കുന്ന ആരാ? പിണറായി വിജയൻ. എന്താ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി തമ്മിൽ വ്യത്യാസം? അപ്പൊ ഇത് രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാ. അതെ, അതുകൊണ്ട് ജോജോ അപ്പൊ ശ്രീ പി സി ജോർജ് പറഞ്ഞു വെക്കുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന പല അസുനിലാവസ്ഥയ്ക്കുമൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പാർട്ടിയുടെ പേരിലൊരു വ്യത്യാസമുണ്ടെങ്കിലും ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നിലപാടുകളുമൊക്കെ ഏറെക്കുറെ സാമ്യമുള്ളത് ആണ് എന്ന ആരോപണമല്ലേ ഉന്നയിക്കുന്നത്? ഈ ആദർശങ്ങൾക്ക് സാമ്യമില്ല. ആദർശങ്ങളൊക്കെ എന്താ കറക്റ്റാ, കൊള്ളാവുന്നതാ. ശരി, എല്ലാവരുടെയും ആദർശമല്ല. മാർക്സിസത്തിന് തന്നെ കുഴപ്പം? അധ്വാനിക്കുന്നതിന് വില കൊടുക്കണമെന്നത് തെറ്റാണോ? ഞാനോട് യോജിക്കുന്നവരെ. കോൺഗ്രസ് എത്ര കോൺഗ്രസാ ഇപ്പൊ ഓൾ ഇന്ത്യ ലെവലിൽ? ഒന്നാമത് നശിച്ച് നാരായണം പിടിച്ചു കോൺഗ്രസ്. ആ കോൺഗ്രസ് വീണ്ടും സ്പ്ലിറ്റിലേക്ക് പോവാണ്. ഇതവിടെ പോയി നിൽക്കും. അപ്പോ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ശൂന്യതയിലേക്ക് കണ്ണുവിട്ട് നിൽക്കുക. അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ചുമതല മനസ്സാക്ഷിയുള്ളവർക്കുണ്ട്. എനിക്ക് മനസ്സാക്ഷിയുള്ള ഉത്തരവാദിത്തത്തിന്റെ ഒരു അംശം ഏറ്റെടുക്കാൻ എളിവനായി ഞാനും ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമാണ്. ഇവിടെ ശ്രീ പി സി ജോർജും ശ്രീ ബെന്നി ജോസഫും ഒക്കെ പങ്കിടുന്ന ആശയം വളരെ സാമ്യം തോന്നുന്നു. മാത്രമല്ല നിങ്ങളുടെ പാർട്ടികൾക്ക് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് തന്നെ ജനപക്ഷം എന്നുള്ള പേരും ഉണ്ട്. നിങ്ങൾ പറയുന്ന ആശയങ്ങൾക്കും ഒരു സാമ്യമുണ്ട്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ ശ്രീ പി സി ജോർജ്? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ ഇന്നയാളെ കൂട്ടുകല എന്നൊരു ചിന്തയേ ഇല്ല. കള്ളനും കൊള്ളക്കാരനുമല്ലാതെ ആരെയുമായിട്ട് സഹകരിച്ചു പോകണമെന്ന് എന്റെ അഭിപ്രായം. ബെന്നി ഏതായാലും മോട്ടിക്കാനും പിടിച്ചോറിക്കാനും നിൽക്കുകയല്ല. ബെന്നി കോട്ടയം ജില്ലക്കാരനാണ്, യോജിച്ചു പോകാൻ കഴിയും തന്നെ എന്റെ വിശ്വാസം. കോട്ടയംകാരൻ എന്നുള്ളതല്ല, നിങ്ങളുടെ എന്റെ ആശയം ഒന്ന് തന്നെയാണ്. അഴിമതിയില്ലാതെ സുതാര്യതയുള്ള എല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ പോകുന്ന ആൾക്കാരുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. വ്യക്തമാണ്. ഇവിടെ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇവിടെ രണ്ട് ജനപക്ഷങ്ങൾ രണ്ട് രീതിയിലുള്ള രണ്ട് ആശയങ്ങളിൽ പറഞ്ഞു തുടങ്ങി. എന്നാലും ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ചിന്ത കേരളത്തിൽ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി അല്ലാതെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത ഒരു മുന്നേറ്റങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട് എന്ന ആശയമാണ് ഇവർ പങ്കുവച്ചത്. മാത്രമല്ല നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ കുറെ കൂടി അക്കൗണ്ടബിൾ ആകണം, കുറെ കൂടി ട്രാൻസ്പെറന്റ് ആകണം എന്ന ഒരു വലിയ നിർദ്ദേശവും ഇവർ രണ്ടുപേരും മുന്നോട്ട് വെച്ചു. ഇത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യണം. കേരളത്തെ രാഷ്ട്രീയ നേതൃത്വം ഈ നിർദ്ദേശങ്ങളെ വളരെ ബഹുമാനപൂർവ്വം കേട്ട് ഇനിയുള്ള കാലങ്ങളിൽ തിരുത്തലുകൾ കൊണ്ടുവരണം. ഇവർ രണ്ടുപേരും മുന്നോട്ട് വെച്ച ആശയങ്ങളെ കേരളം പോസിറ്റീവായി, കേരളം ക്രിയാത്മകമായി തന്നെ ചർച്ച ചെയ്യട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത പൂഞ്ഞാർ MLA ശ്രീ പി സി ജോർജിനും സാമൂഹിക പ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ ബെന്നി ജോസഫ് ജനപക്ഷത്തിനും രണ്ടു പേർക്കും നന്ദി.